ഏതൊക്കെ കണക്റ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ കണക്റ്റീവ് യൂസ് ചെയ്ത് ലെറ്റർ എഴുതാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ എന്താണ് കണക്റ്റീവ്സ്? കണക്റ്റീവ്സ് ആർ വേർഡ്സ് ദാറ്റ് ലിങ്ക് ടു സിമിലാർ എലമെൻറ്റ്സ് ഇൻ എ സെൻറ്റൻസസ്. വി യൂസ് കണക്റ്റീവ്സ് ടു ജോയിൻ സിമ്പിൾ സെൻറ്റൻസ് ടു പ്രൊവൈഡ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യൻ്റ് ടു റീഡർ. കണക്റ്റീവ്സ് എന്നാൽ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. ചിലപ്പോൾ ബിഗിനിങ്ങിൽ കണക്റ്റീവ്സ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ മിഡിലിൽ കണക്റ്റീവ്സ് എഴുതാം, അങ്ങനെ രണ്ടായിട്ട് എഴുതാം. സോ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണ് കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. സോ എല്ലാ കണക്റ്റീവ്സും യൂസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കണക്റ്റീവ്സ് നമുക്ക് യൂസ് ചെയ്തും ലെറ്റർ എഴുതാം. സോ അത് ഏതൊക്കെ കണക്റ്റീവ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കണക്റ്റീവ്സ് നമുക്ക് OET ലെറ്ററിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കണക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് കണക്റ്റീവ്സ് ടു അവോയ്ഡ്? അക്കാഡമിക് കണക്റ്റീവ്സും ഉണ്ട്, ഇൻഫോർമൽ കണക്റ്റീവ്സും ഉണ്ട്. സോ അതിൻ്റെ അകത്ത് അക്കാഡമിക് കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫർദർ മോർ, മോർ ഓവർ, ഈ കണക്റ്റീവ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫോർമൽ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ്, മീൻ വയൽ, സോ. So what are the connectives we can use? In addition യൂസ് ചെയ്യാം however, therefore, hence. ഈ കണക്റ്റീവ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് സെൻറ്റൻസിൻ്റെ മിഡിലിൽ ചേർക്കുന്ന കണക്റ്റീവ്സ് ആണ്. ഓക്കെ. ഇൻ അഡീഷൻ എന്ന് പറയുമ്പോൾ അത് കൂടാതെ ആഫ്റ്റർ സർജറി her hemoglobin level was low for which he was given intramuscular infusion. In addition, she was given cephalothin and painkillers. ഇതാണ് ഇൻ അഡീഷൻ എന്ന് പറഞ്ഞ കണക്റ്റീവ്സ് ചേർക്കുമ്പോൾ ഉള്ള സെൻറ്റൻസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹവർ, എന്നിരുന്നാലും എന്നാണ് മീനിങ്. മിസ്റ്റർ ജോൺ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ ഹിസ് കണ്ടീഷൻ, ഹവർ ഹി നീഡ്സ് അസിസ്റ്റൻസ് ഫോർ ഹിസ് പേഴ്സണൽ ഹൈജീൻ. അതായത് ജോൺ റിക്കവർ ചെയ്തു, എന്നിരുന്നാലും പേഴ്സണൽ ഹൈജീന് അസിസ്റ്റൻസ് വേണം. ദെർഫോർ അല്ലെങ്കിൽ ഹെൻസിന് ഒരേ അർത്ഥമാണ്, അതുകൊണ്ട്. He was experienced lethargy, sore throat and mild fever. Therefore, he was taken paracetamol. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂടാതെ ഫ്രം ദ സ്റ്റാർട്ടിങ്, നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേർക്കുന്ന കണക്റ്റീവ്സ് ആണ് ഓൺ അസസ്മെൻറ്റ്, ഓൺ എക്സാമിനേഷൻ, ഓൺ സബ്സിക്വൻറ്റ് ഡേയ്സ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഈ കണക്റ്റീവ്സ് വെച്ച് നമുക്ക് സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു കണക്റ്റീവാണ് ആസ്, ആസ്. സോ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണ്, ആസ് OET ലെറ്ററിനകത്ത് ചേർക്കാവോ, സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആസ് ചേർക്കാവോ? പക്ഷേ ആസ് കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ആസ് ചേർത്താലേ ആ സെൻറ്റൻസിനൊരു കംപ്ലീഷൻ കിട്ടൂ, അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം ആസ് ചേർക്കുക, അല്ലാത്ത പക്ഷം ആസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ആസിൻ്റെ സ്ഥാനത്ത് ആസ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ, അതുകൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. അതിന് പകരമായിട്ട് നമുക്ക് വേറെ കണക്റ്റീവ്സ് ഉണ്ട്, വേറെ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് എഴുതാം. സോ ആസ് ചേർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആസ് ചേർത്താലേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ മാത്രം ആസ് ചേർത്ത് സെൻറ്റൻസ് എഴുതുക. ഓക്കെ. സോ താങ്ക് യു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നതാണ്.